ഹലോ, ഞാൻ എത്ര വൃത്തിയാക്കിയാലും എൻ്റെ റൂം ഞാൻ വിചാരിച്ച പോലെ നീറ്റായിരിക്കുകയില്ല. അയാന് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. ടോയ്സൊക്കെ കാണിച്ച് ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കൊടുക്കൽ. രാവിലെ ഫുഡ് കൊടുത്ത അംഗമാണ് ഈ കാണുന്നത്. അങ്ങനെ അയാനെ പുറത്താക്കിയിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഓരോ ദിവസം തുടയ്ക്കുമ്പോഴും കട്ടിലടിയിൽ നിന്ന് ഓരോ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. കുട്ടിയാവുന്നതിന് മുന്നേ ഞാനും വിചാരിച്ചിട്ടുണ്ട്, എന്തൊരു കുറുമ്പായി കുട്ടികൾക്കൊക്കെ, എന്തിനാ ഇങ്ങനെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിടുന്നത്, ഒരടി വെച്ച് കൊടുത്താലോന്ന്. സ്വന്തമായിട്ട് ഒന്നിനെ കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് നമ്മുടെ മക്കളെ തല്ലാനും തോന്നില്ല. അവരെത്ര വികൃതി കാട്ടിയാലും അത് നമുക്കൊരു പ്രശ്നമല്ല. നമ്മളത് പിന്നെ ഒതുക്കി വയ്ക്കുക തന്നെ ചെയ്യും. ഞാൻ ഇത്രയും പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. നേരം വെളുത്ത് കഴിഞ്ഞാൽ ഈ വൃത്തിയാക്കലും ഒതുക്കലും മാത്രമല്ല ഒരാളുടെ പണി. ഐ മീൻ ഒരു കുട്ടിയുള്ള ഒരു അമ്മയുടെ പണി. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവരെന്തായാലും അത് ഒതുക്കി വയ്ക്കും. അതെപ്പോൾ ഒതുക്കി വയ്ക്കാമെന്നത് അവരുടെ സൗകര്യം പോലെ അവർ ചെയ്തോളും. അത് മറ്റുള്ളവർ മനസ്സിലാക്കുക. വെറുതെ അവരെ ജഡ്ജ് ചെയ്യാനും അവരിന് അതിൻ്റെ പേരിൽ ഓരോന്നും പറയാനും നിൽക്കാണ്ടിരിക്കുക. ഇത് കാണുന്നവർ ഇനിയെങ്കിലും ഇങ്ങനെ കുട്ടികളുള്ള അമ്മമാരുടെ അടുത്ത് അത് വൃത്തിയാക്കിക്കൂടെ, ഇത് വൃത്തിയാക്കിക്കൂടെ, ഒതുക്കി വെച്ചുകൂടെ, ഇങ്ങനെ പറയാണ്ടിരിക്കുക. അവർക്കറിയാം അത് ഒതുക്കി വയ്ക്കാനായിട്ട്. രാവിലത്തെ ഫുഡ് കൊടുക്കലും കഴിഞ്ഞു, ഒതുക്കി വയ്ക്കലും കഴിഞ്ഞു. അപ്പോഴേക്കും ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാനുള്ള സമയം. ഇനിയും ടോയ്സൊക്കെ വലിച്ചു വാരിയിടണം. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും റിലേറ്റബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനീ പറഞ്ഞ പോലെ ആരെങ്കിലും ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അങ്ങനെയൊന്നും പറയാണ്ടിരിക്കുക. അവർ ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.